നമ്മൾ അരി, പിന്നെ അത് അരിയാണ് ചേർത്തത് ജവര അരി, പിന്നെ പയർ, സാധാരണ അരി, പയർ മൂന്നും കൂടി നമ്മൾ മിക്സ് ചെയ്തതിനു ശേഷം ഇതിൻ്റെ അകത്ത് ചേർത്തു. അതിനുശേഷം നമ്മൾ കുറച്ച് ഒരുവിധം അരി വെന്തതിനു ശേഷം നമ്മൾ തേങ്ങാപ്പാൽ ചേർത്തു. ഔഷധ കഞ്ഞി റെഡിയാക്കുമ്പോൾ തന്നെ നല്ലതുപോലെ ഞാൻ ഇപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ ഒരു കരയുന്നത് വേറെ ഔഷധ കഞ്ഞി ഉണ്ടാക്കുന്നതിൻ്റെ കരച്ചിലല്ല, ഈ ഒരു തീയുടെ ആ ഒരു ചൂട് അറിഞ്ഞിട്ട് തന്നെയാണ് കരയുന്നത്. പലപ്പോഴും ഇപ്പം നമ്മുടെ അടുക്കളകളിലെല്ലാം ഗ്യാസ് എല്ലാം വന്നതിന് ശേഷം ഈ ഒരു ചൂടും ആ ഒരു മണവും പുകയും എല്ലാം കണ്ണീരും എല്ലാം മാറിയിരിക്കുകയാണ്. ആദിവാസി മേഖലയിൽ ഒരുപാട് പേര് സ്വാതന്ത്ര്യ സമര സേനാനികളായിട്ടുണ്ട്. നേരത്തെ തന്നെ നമ്മൾ അമ്പും വില്ലിന്റെ എല്ലാം കാര്യം പറഞ്ഞു. ഇവിടെ അഭ്യാസ പ്രകടനങ്ങൾ കണ്ടു കഴിഞ്ഞതിന് ശേഷം നമുക്ക് തിരിച്ചെത്താം നമ്മുടെ ഈ ഒരു ഔഷധക്കഞ്ഞിയും അതുപോലെ തന്നെ കിഴങ്ങിന്റെ കഞ്ഞിയിലേക്കെല്ലാം നമുക്ക് തിരിച്ചെത്താം. ദക്ഷിണയായി ഗുരു ചോദിച്ചത് തന്റെ പെരുവിരലാണെങ്കിൽ കൂടി അതുവരെ മുറിച്ചു കൊടുത്ത ഏകലവ്യൻ എന്ന മഹാനായ ആ വ്യക്തിയുടെ പേരിൽ ആണ് ഈ ഒരു സ്ഥാപനം, ഏകലവ്യ കലാകായിക കേന്ദ്രം. എന്തായാലും ഇവിടെ ഇവരുടെ അഭ്യാസ പ്രകടനങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് ദൈവത്തിന് മുമ്പിൽ തിരികൊളുത്തി പ്രാർത്ഥിക്കുകയാണ്. ഇനി അഭ്യാസ പ്രകടനങ്ങൾ നോക്കുക. അപ്പോൾ നമ്മൾ ഈ അഭ്യാസങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഔഷധക്കഞ്ഞിയിൽ ഇപ്പോൾ നെയ്യിൽ കറിവേപ്പില ഒന്ന് നല്ലപോലെ വഴറ്റിയിട്ട് നമ്മൾ ഇതിൻ്റെയൊക്കെ ഇട്ടു. അപ്പോൾ നമ്മുടെ ഔഷധക്കഞ്ഞി തയ്യാറായി കഴിഞ്ഞു. ഇനി എന്താണ് ഏട്ടാ? ഗണപതിക്ക് നമ്മളെല്ലാം വയ്ക്കുന്ന പറഞ്ഞില്ല, അതുപോലെ തന്നെ നമ്മൾ ഗണപതിക്ക് വെക്കാൻ വേണ്ടി പോവുകയാണ്. കുറച്ച് ഔഷധക്കഞ്ഞി ഗണപതിക്ക് വെച്ചാണ്. നമ്മുടെ ഔഷധക്കഞ്ഞി തയ്യാറായി കഴിഞ്ഞു. ഔഷധക്കഞ്ഞി മരുന്ന് കുടിക്കുമ്പോൾ സാധാരണ ചെറിയ കയ്പ് അനുഭവപ്പെടും. പക്ഷെ ഔഷധക്കഞ്ഞിക്ക് ഒരു രുചിയും കൂടിയുണ്ട്, ഒരു പ്രത്യേകമായ രുചി. മരുന്നുകൾ തന്നെ നമ്മൾ സാധാരണ കഴിക്കുമ്പോൾ കയ്പേറിയ മരുന്നാലും നമ്മൾ അസുഖം കുറയട്ടെ എന്ന് പറഞ്ഞ് കഴിക്കും. പക്ഷേ ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. രുചിയേറിയ ഔഷധക്കഞ്ഞി തന്നെ നമുക്ക് കഴിക്കാം. നിങ്ങൾ ഇതെല്ലാം നോട്ട് ചെയ്തിട്ടുണ്ടാവുമെന്ന് അറിയാം. കാരണം നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ ഔഷധക്കഞ്ഞി ഇടയ്ക്ക് വീട്ടിൽ തയ്യാറായി കഴിക്കുക. കാരണം നമ്മുടെ ശരീരത്തിൽ എന്ത് അസുഖം ഉണ്ടെങ്കിലും മാറില്ല ഏട്ടാ. നെടുവൻ കഞ്ഞിക്കുള്ള അടുത്ത ചേരുവ ചേർക്കാനുള്ള സമയമായി. നേരത്തെ അരയ്ക്കുന്ന എല്ലാവരും കണ്ടു. അപ്പോൾ അതിൻ്റെ ഒരു അരച്ചതെല്ലാം കൂടി ചേർത്ത് നമ്മൾ ഇടാനുള്ള സമയമായി. ഇട്ടുള്ളൂ ചേച്ചി. നമ്മൾ പച്ചമുളക്, മഞ്ഞൾ, അതുപോലെ തന്നെ ജീരകം, വെളുത്തുള്ളി ഇതെല്ലാം ഇതിൻ്റെ അകത്ത് ചേർത്തിട്ടുണ്ടായിരുന്നു. പരണ്ടയ്ക്ക നമ്മൾ കുറച്ച് ചേർത്തു. പിന്നെ അവസാനം കറിവേപ്പില കുറച്ച് ചെറുതായിട്ട് ചതച്ചിട്ട് അതിൻ്റെ ചേർത്തിരുന്നു. അപ്പോൾ നമ്മളെ നെടുവൻ കഞ്ഞി തയ്യാറായി കഴിഞ്ഞു അല്ലേ ഏട്ടാ? അപ്പം നമുക്കിനി അങ്ങോട്ട് വാങ്ങി വെക്കാം. നെടുവൻ കഞ്ഞിയുടെ സ്വാദ് അറിയാൻ വേണ്ടി ഭയങ്കര അധികം കാത്തിരിക്കുകയാണ് ഞാൻ. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടെന്നൊന്ന് പരീക്ഷിക്കാം. മല്ലികാർജുന ചേട്ടൻ ഒഴിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ കഞ്ഞിയുടെ ടേസ്റ്റ് പറയാതിരിക്കാൻ വയ്യ, സൂപ്പർബായിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നാട്ടിലായിരുന്നാലും കാട്ടിലായിരുന്നാലും സ്വാദിഷ്ടമായ വിഭവമുണ്ട്, അവിടെ ടേസ്റ്റ് ടൈമുണ്ട്, ഒപ്പം വ്യത്യസ്തമായ കാഴ്ചകളുമായിട്ട്. അപ്പോൾ നിങ്ങളുടെ ഇടയിൽ നല്ല രീതിയിൽ കുക്ക് ചെയ്യുന്നതും നല്ല വ്യത്യസ്തമായ കാഴ്ചകളുള്ള സ്ഥലങ്ങളോ എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കും വ്യത്യസ്തമായ രുചികൾ അറിയാമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കും ടേസ്റ്റ് ടൈമിലൂടെ നിങ്ങളുടെ വിഭവങ്ങൾ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യാം. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വിഭവം എന്ത് വിഭവമാണ് ചെയ്യുന്നതെന്നെല്ലാം നിങ്ങൾ രുചികരമായ വിഭവത്തിൻ്റെ ആ ഒരു കൂട്ടും കാര്യങ്ങളും എല്ലാം ഞങ്ങളെ എഴുതി അറിയിക്കുക. നിങ്ങൾ എവിടെ സ്ഥലം എല്ലാം കൃത്യമായിട്ട് എഴുതി അറിയിക്കുക. എഴുതിയിരിക്കേണ്ട വിലാസം ദ പ്രൊഡ്യൂസർ, ടേസ്റ്റ് ടൈം, സൂര്യ TV, ശാസ്തമംഗലം, PB നമ്പർ 2266, തിരുവനന്തപുരം 10.
അപ്പോൾ വ്യത്യസ്തമായ രുചികളും വ്യത്യസ്തമായ കാഴ്ചകളുമായി അടുത്ത ആഴ്ച കാണുന്നവരേക്കും ബൈ ബൈ.